നിങ്ങൾക്ക് തേൻ ശേഖരിക്കണമെങ്കിൽ ഒരിക്കലും തേനീച്ചക്കൂടിൽ അടിക്കരുത്. 1931 മെയ് 7 ന്യൂയോർക്ക് നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും സെൻസേഷണൽ ഹണ്ട് അതിന്റെ മൂർച്ചയിലെത്തി നിൽക്കുന്നു. ആഴ്ചകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ടു ഗൺ ക്രോളി, പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാത്ത കൊലയാളിയായ തോക്കുധാരി വെസ്റ്റ് എൻഡ് അവന്യൂവിലെ തന്റെ പ്രണയിനിയുടെ അപ്പാർട്ട്മെന്റിൽ കുടുങ്ങി. 150 പോലീസുകാരും ഡിറ്റക്റ്റീവുകളും അദ്ദേഹത്തിന്റെ മുകൾ നിലയിലെ ഒളിത്താവളത്തിനടുത്തായി തമ്പടിച്ചു. അവർ മേൽക്കൂരയിൽ വലിയ ദ്വാരങ്ങളുണ്ടാക്കി. അതിലൂടെ കണ്ണീർ വാതകം ഉപയോഗിച്ച് പോലീസ് കൊലയാളി ക്രോളിയെ പുറത്തിറക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവർ അവരുടെ യന്ത്രത്തോക്കുകളുമായി ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ കയറി. 1 മണിക്കൂറിലധികം ന്യൂയോർക്കിലെ ജനവാസ പ്രദേശം വെടിയൊച്ചയാൽ വിറങ്ങലിച്ചു. പിസ്റ്റൾ തീയുടെ പ്രകാശവും യന്ത്രത്തോക്കുകളുടെ റട്ട് ടാറ്റ് ടാറ്റ് ശബ്ദവും. ഒരു കസേരയുടെ പിന്നിൽ കുനിഞ്ഞിരുന്ന ക്രോളി പോലീസിന് നേരെ നിർത്താതെ നിറയൊഴിച്ചു. 10,000-കണക്കിന് ആളുകൾ ഈ പോരാട്ടം വീക്ഷിച്ചു. ന്യൂയോർക്കിലെ നടപ്പാതകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം നിറഞ്ഞു കവിഞ്ഞു. ക്രോളിയെ പിടികൂടിയപ്പോൾ ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ കുറ്റവാളികളിൽ ഒരാളാണ് ഈ ടു ഗൺ ഡെസ്പെരാഡോ എന്ന് പോലീസ് കമ്മീഷണർ EP മൽറൂണി പ്രഖ്യാപിച്ചു. അവൻ ഒരു തൂവൽ വീഴുന്ന ലാഘവത്തോടെ കൊല്ലും, കമ്മീഷണർ പറഞ്ഞു. എന്നാൽ ടു ഗൺ എന്നറിയപ്പെടുന്ന ക്രോളി എങ്ങനെയാണ് സ്വയം ഇതിനെയെല്ലാം കണ്ടിരുന്നത്? പോലീസ് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വെടിയുതിർക്കുമ്പോൾ ഇത് ആരെ ഉദ്ദേശിച്ചാണോ അവർക്ക് വേണ്ടി എന്ന് അഭിസംബോധന ചെയ്ത് അദ്ദേഹം ഒരു കത്തെഴുതുകയായിരുന്നു. കൂടാതെ അദ്ദേഹം എഴുതിയതുപോലെ അവന്റെ മുറിവുകളിൽ നിന്നൊഴുകുന്ന രക്തം കടലാസിൽ ഒരു കടും ചുവപ്പ് അവശേഷിപ്പിച്ചു. ഈ കത്തിൽ ക്രോളി പറഞ്ഞു, എന്റെ കോട്ടിനുള്ളിൽ ക്ഷീണിച്ച ഹൃദയമുണ്ട്, പക്ഷേ ദയയുള്ള, ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത ഒരു ഹൃദയം. ഇതിന് കുറച്ചു സമയം മുമ്പ് ക്രോളി തന്റെ കാമുകിയുമൊത്ത് ഒരു നെക്കിംഗ് പാർട്ടി നടത്തുകയായിരുന്നു. പെട്ടെന്നൊരു പോലീസുകാരൻ കാറിനടുത്തേക്ക് നടന്നുവെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ലൈസൻസ് നോക്കട്ടെ. ഒരു വാക്കുപോലും പറയാതെ ക്രോളി തന്റെ തോക്കൂരി പോലീസുകാരന്റെ മേൽ വെടിയുണ്ടകൾ വർഷിച്ച് അയാളെ വീഴ്ത്തി. മരണാസന്നനായ ഉദ്യോഗസ്ഥൻ വീണപ്പോൾ ക്രോളി കാറിൽ നിന്ന് ചാടിയിറങ്ങി ഓഫീസറുടെ റിവോൾവർ പിടിച്ചെടുത്ത് വീണ്ടും വെടിവെച്ചു. ശരീരത്തിലേക്ക് വെടിവെച്ച ശേഷം ആ കൊലയാളി ഇങ്ങനെ പറഞ്ഞു, എന്റെ കൂട്ടിനടിയിൽ ക്ഷീണിച്ചൊരു ഹൃദയമുണ്ട്, പക്ഷെ ദയയുള്ള, ആർക്കും ഒരു ദോഷവും വരുത്താത്ത ഒന്ന്. ക്രോളിയെ വൈദ്യുത കസേരയിലെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവൻ സിംഗ്സിംഗിലെ വധശിക്ഷ നടത്തേണ്ട സ്ഥലത്തെത്തിയപ്പോ ആളുകളെ കൊന്നതിന് എനിക്ക് ലഭിക്കുന്നത് ഇതാണെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇല്ല, ഇത് ഞാൻ സ്വയം പ്രതിരോധിച്ചതിന് എനിക്ക് ലഭിച്ചതാണെന്നാണ് പറഞ്ഞത്. കഥയുടെ സാരം ഇതാണ്. ടു ഗൺ എന്ന ക്രോളി ചെയ്ത ഒന്നിനും അയാൾ സ്വയം കുറ്റപ്പെടുത്തിയിരുന്നില്ല. അതൊരു അസാധാരണ ക്രിമിനലിന്റെ മനോഭാവമാണോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഇത് കേൾക്കൂ. എന്റെ ജീവിതത്തിലെ ധാരാളം വർഷങ്ങൾ ഞാൻ ആളുകൾക്ക് ചെറിയ ആനന്ദം നൽകി, അവർക്ക് നല്ല സമയം ആസ്വദിക്കാൻ സഹായിച്ചു. എന്നാൽ എനിക്ക് ലഭിക്കുന്നത് കുറ്റവാളി എന്ന പേര് മാത്രമാണ്, വേട്ടയാടപ്പെട്ട മനുഷ്യന്റെ അസ്തിത്വം. അതാണ് അൽ കാപ്പോൺ പറഞ്ഞത്. അതെ, അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധനായ കുറ്റവാളി, ചിക്കാഗോയിൽ വെടിയേറ്റ് മരിച്ച ഏറ്റവും ദുഷ്ടനായ ഗുണ്ടാ നേതാവ്. കാപ്പോൺ സ്വയം തെറ്റായി കാണുന്നില്ല. അയാൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഗുണമുള്ളവനായിട്ടാണ് സ്വയം കണക്കാക്കിയത്. ആരാലും അംഗീകരിക്കപ്പെടാത്തതും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു പൊതു ഉപകാരി. നെവാർക്കിൽ ഗുണ്ടകളുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ മരിച്ചു വീഴുന്നതിനു മുമ്പ് ഡച്ച് ഷൂൾസും അങ്ങനെ തന്നെ ചെയ്തു. ന്യൂയോർക്കിലെ ഏറ്റവും കുപ്രസിദ്ധ ഗുണ്ടകളിൽ ഒരാളായ ഡച്ച് ഷൂൾസ് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഒരു പൊതു ഉപകാരിയാണെന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് പറഞ്ഞത്. വർഷങ്ങളോളം ന്യൂയോർക്കിലെ കുപ്രസിദ്ധമായ സിംഗ് ജയിലിന്റെ വാർഡനായിരുന്ന ലൂയിസ് ലോസുമായി ഈ വിഷയത്തിൽ എനിക്ക് രസകരമായ ചില കത്തിടപാടുകളുണ്ടായിരുന്നു. സിംഗിലെ കുറ്റവാളികളിൽ കുറച്ചുപേർ സ്വയം തങ്ങളെ മോശക്കാരായി കാണുന്നു. നിങ്ങളെയും എന്നെയും പോലെ അവരും മനുഷ്യരാണ്. ഇതിനെ അവർ യുക്തിസഹമായി ഇങ്ങനെ വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ സുരക്ഷിതത്വം തകർക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ തോക്കിന്റെ കാഞ്ചിയിൽ പലപ്പോഴും വേഗത്തിൽ വിരലമർത്തേണ്ടി വന്നതെന്ന് അവർക്ക് പറയാൻ കഴിയും. അവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ഒരുതരം ന്യായവാദത്തിലൂടെ ശ്രമിക്കാറുണ്ട്. ആൽ കപ്പോനെ
ടൂഗൻ എന്ന ക്രോളി, ഡച്ച് ഷൂൾസ്, കൂടാതെ ജയിൽ മതിലുകൾക്കകത്തെ നിരാശരായ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിനും സ്വയം കുറ്റപ്പെടുത്തുന്നില്ല. എന്നാ ഞാനും നിങ്ങളും പോലുള്ള സാധാരണ ആളുകളുടെ കാര്യമോ? ജോൺ വാനമേക്കർ സ്റ്റോറികളുടെ സ്ഥാപകനായ ജോൺ വാനമേക്കർ ഒരിക്കൽ പറയുകയുണ്ടായി, ശാസിക്കുന്നത് വിഡ്ഢിത്തമാണ്. 30 വർഷം മുമ്പ് അത് ഞാൻ മനസ്സിലാക്കി. അത് തരണം ചെയ്യാൻ എനിക്ക് മതിയായ ബുദ്ധിമുട്ടുണ്ട്. തന്റെ സ്വന്തം പരിമിതികളിൽ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം ബുദ്ധി എന്ന സമ്മാനം തുല്യമായി വിതരണം ചെയ്യാൻ ദൈവത്തിന് അറിയില്ല. വാനമേക്കർ ഈ പാഠം നേരത്തെ പഠിച്ചു. പക്ഷെ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് 1 നൂറ്റാണ്ടിന്റെ 1/3 ഈ പഴയ ലോകത്തിലൂടെ തെറ്റ് ചെയ്ത് ജീവിക്കേണ്ടി വന്നു. 100-ൽ 99 തവണയും ആളുകൾ ഒരു കാര്യത്തിനും സ്വയം വിമർശിക്കാറില്ല, അതെത്ര വലിയ തെറ്റാണെങ്കിലും. വിമർശനം അർത്ഥമില്ലാത്തതാണ്. കാരണം അതൊരു വ്യക്തിയെ പ്രതിരോധത്തിലാക്കുകയും സാധാരണയായി സ്വയം ന്യായീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വിമർശനം അപകടമാണ്. കാരണം അതൊരു വ്യക്തിയുടെ വിലയേറിയ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നു, അവരുടെ പ്രാധാന്യത്തെ വ്രണപ്പെടുത്തുന്നു, നീരസമുണർത്തുന്നു. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ B.F. സ്കിന്നർ തന്റെ പരീക്ഷണങ്ങളിലൂടെ അത് തെളിയിച്ചു. നല്ല പെരുമാറ്റത്തിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു മൃഗം വളരെ വേഗത്തിൽ പഠിക്കുകയും മോശമായ പെരുമാറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു മൃഗത്തേക്കാൾ കൂടുതൽ ഫലപ്രദമായി പഠിക്കുന്നത് നിലനിർത്തുകയും ചെയ്യും എന്ന് കണ്ടെത്തി. പിന്നീടുള്ള പഠനങ്ങൾ മനുഷ്യർക്കും ഇത് ബാധകമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. വിമർശിക്കുന്നതിലൂടെ നമ്മൾ സ്ഥിരമായ മാറ്റങ്ങൾ വരുത്തുന്നില്ല, പലപ്പോഴും നീരസം മാത്രമുണ്ടാക്കുന്നു. മറ്റൊരു മികച്ച മനഃശാസ്ത്രജ്ഞനായ ഹാൻസ് സെലി പറയുന്നു, അംഗീകാരത്തിനായി നമ്മൾ ദാഹിക്കുന്നിടത്തോളം അപലപിക്കലിനെ നമ്മൾ ഭയപ്പെടുന്നു. വിമർശനം മൂലമുണ്ടാകുന്ന നീരസം ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നിരാശപ്പെടുത്തും. എന്നാലും വിമർശിക്കപ്പെട്ട സാഹചര്യം ശരിയാക്കാൻ കഴിയില്ല. ഒക്ലഹോമയിൽ എന്നീഡയിൽ നിന്നുള്ള ജോർജ് ബി ജൺസ്റ്റൺ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയുടെ സുരക്ഷാ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിന്റെ ചുമതലകളിലൊന്ന് ജീവനക്കാർ ഫീൽഡിൽ ജോലിയിലായിരിക്കുമ്പോഴെല്ലാം അവർ കട്ടികൂടിയ തൊപ്പികൾ ധരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലായിരുന്നു. ഹാർഡ് ഹാറ്റ് ധരിക്കാത്ത തൊഴിലാളികളെ കാണുമ്പോഴെല്ലാം നിയന്ത്രണത്തെക്കുറിച്ച് വളരെയധികം അധികാരത്തോടെ അവരോട് പറയുകയും അവരത് പാലിക്കണമെന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തു. തൽഫലമായി അദ്ദേഹത്തിന് മോശം സ്വീകാര്യത ലഭിച്ചു. പലപ്പോഴും അദ്ദേഹം പോയതിനു ശേഷം തൊഴിലാളികൾ തൊപ്പികൾ വീണ്ടും ഊരിവെക്കുമായിരുന്നു. മറ്റൊരു രീതി പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അടുത്ത തവണ ജോലിക്കാരിൽ ചിലർ ഹാർഡ് തൊപ്പി ധരിക്കാത്തതായി കണ്ടപ്പോൾ തൊപ്പികൾ ബുദ്ധിമുട്ടുള്ളതാണോ അതോ ശരിയായി യോജിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. പരിക്കിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനാണ് തൊപ്പി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം മനോഹരമായ ശബ്ദത്തിൽ പുരുഷന്മാരെ ഓർമ്മിപ്പിക്കുകയും ജോലിയിൽ എപ്പോഴും അത് ധരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഒരു നീരസമോ വൈകാരിക അസ്വസ്ഥതയോ കൂടാതെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമായതാണ് ഫലം. ചരിത്രത്തിന്റെ 1000 പേജുകളിൽ വിമർശനത്തിന്റെ അർത്ഥമില്ലായ്മയുടെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. ഉദാഹരണത്തിന്, തിയോഡർ റൂസ്വെൽറ്റും പ്രസിഡന്റ് ടാഫ്റ്റും തമ്മിലുള്ള പ്രശസ്തമായ കലഹമെടുക്കുക. റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിളർത്തിയ വുഡ്രോ വിൽസനെ വൈറ്റ് ഹൌസിൽ പ്രസിഡന്റാക്കിയ 1-ാം ലോക മഹായുദ്ധത്തിലുടനീളം ധീരവും തിളക്കമുള്ളതുമായ എഴുത്തുകളിലൂടെ ചരിത്രം മാറ്റിമറിച്ച സംഭവം. നമുക്ക് വസ്തുതകൾ വേഗത്തിൽ അവലോകനം ചെയ്യാം. 1908 തിയോഡോർ റൂസ്വെൽറ്റ് വൈറ്റ് ഹൌസിൽ നിന്ന് പണിയിറങ്ങിയപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ടാഫ്റ്റിനെ അദ്ദേഹം പിന്തുണച്ചു. തുടർന്ന് തിയോഡോർ റൂസ്വെൽറ്റ് സിംഹങ്ങളെ വെടിവെക്കാൻ ആഫ്രിക്കയിലേക്ക് പോയി. തിരിച്ചെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചു. യാഥാസ്ഥിതികതയുടെ പേരിൽ അദ്ദേഹം ടാഫ്റ്റിനെ അപലപിച്ചു. 3-ാം തവണയും നാമനിർദ്ദേശം നേടാൻ ശ്രമിച്ചു. ബുൾമൂസ് പാർട്ടി രൂപീകരിച്ചു. തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ വില്യം ഹോവാർഡ് ടാഫ്റ്റിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വെർമോണ്ട്, യൂട്ട എന്നീ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് നേടാനായത്. പാർട്ടി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ തോൽവി അഭിമുഖീകരിച്ചു. തിയോഡോർ റൂസ്വെൽറ്റ് ടാഫ്റ്റിനെ കുറ്റപ്പെടുത്തി. എന്നാൽ പ്രസിഡന്റ് ടാഫ്റ്റ് സ്വയം കുറ്റപ്പെടുത്തിയോ? തീർച്ചയായുമില്ല. കണ്ണീരോടെ ടാഫ്റ്റ് പറഞ്ഞു, എനിക്കായതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? റൂസ്വെൽറ്റിനെയോ അതോ ടാഫ്റ്റിനെയോ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനത് കാര്യാക്കുന്നില്ല.
തിയോഡോർ റൂസ്വെൽറ്റിന്റെ എല്ലാ വിമർശനങ്ങളും അദ്ദേഹം തെറ്റാണെന്ന് ടാഫ്റ്റിനെ ബോധ്യപ്പെടുത്തിയില്ല എന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അവന്റെ കണ്ണുകളിൽ കണ്ണീരോടെ ആവർത്തിക്കാൻ, അത് സ്വയം ന്യായീകരിക്കാൻ ടാഫ്റ്റിനെ പ്രേരിപ്പിച്ചു. എനിക്കതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണുന്നില്ല. ടീപോട്ട് ഡോം ഓയിൽ അഴിമതിയെടുക്കുക. 1920കളുടെ തുടക്കത്തിൽ ഇത് പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അത് രാജ്യത്തെ നടുക്കി. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഓർമ്മയിൽ അമേരിക്കൻ പൊതുജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചിട്ടില്ല. ഇതാ ആ അഴിമതിയുടെ ചില വസ്തുതകൾ. എൽക്ക് ഹില്ലിലെയും ടീപോട്ട് ഡോമിലെയും സർക്കാർ എണ്ണശേഖരം പാട്ടത്തിനു കൊടുക്കാൻ ഹാർഡിങ്ങിന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തര സെക്രട്ടറി ആൽബർട്ട് ബി ഫാളിനെ ചുമതലപ്പെടുത്തി. നാവികസേനയുടെ ഭാവി ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചിരുന്ന എണ്ണശേഖരമായിരുന്നു ഇത്. സെക്രട്ടറി ഫാൾ മത്സരതരത്തിലുള്ള ലേലത്തിന് വെച്ചോ? ഇല്ല. വളരെ ലാഭകരമായ കരാർ അവൻ തന്റെ സുഹൃത്ത് എഡ്വേർഡ് എൽ ദോഹനിക്ക് കൈമാറി. പിന്നെ ദോഹനി എന്താണ് ചെയ്തത്? $1,00,000 വായ്പ എന്ന വ്യാജേന സന്തോഷത്തോടെ സെക്രട്ടറി ഫാളിന് നൽകി. തുടർന്ന് എൽക്ക് ഹിൽ റിസർവുകളിൽ നിന്ന് തൊട്ടടുത്തുള്ള കിണറുകളിൽ നിന്ന് എണ്ണയെടുക്കുന്നവരെ തുരത്താൻ സെക്രട്ടറി ഫാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് ഉത്തരവിട്ടു. ഈ മത്സരാർത്ഥികൾ തോക്കുകളുടെയും ബയനറ്റുകളുടെയും മുന്നിൽ ഭയപ്പെട്ടു. ഒടുവിൽ അവരുടെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ കോടതിയെ സമീപിച്ചു. ടീപോട്ട് ഡോം അഴിമതിയുടെ മൂടി അവിടെയാണ് തുറക്കപ്പെട്ടത്. ഒരു ദുർഗന്ധമുയർന്നു. അത് ഹാർഡിംഗ് അഡ്മിനിസ്ട്രേഷനെ നശിപ്പിച്ചു. ഒരു രാജ്യത്ത് മുഴുവനും ഓക്കാനം ഉണ്ടാക്കി. റിപ്പബ്ലിക്കൻ പാർട്ടിയെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആൽബർട്ട് ബിയെ ജയിലിലാക്കി. പൊതുജീവിതത്തിലെ ചുരുക്കം ചില പുരുഷന്മാരെ പോലെ അയാൾ തെറ്റേറ്റു പറഞ്ഞു. എന്നാ അയാൾ മാനസാന്തരപ്പെട്ടോ? ഒരിക്കലുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഹെർബർട്ട് ഹൂവർ ഒരു പൊതുപ്രസംഗത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രസിഡന്റ് ഹാർഡിങ്ങിന്റെ മരണം ഉത്കണ്ഠ മൂലവും ഒരു സുഹൃത്ത് തന്നെ ഒറ്റിക്കൊടുത്തതിന്റെ മാനസിക വിഷമവും കാരണമാണെന്നും പറഞ്ഞു. മിസസ് ഫാൾ അത് കേട്ടപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു. എന്ത്? ഹാൾ ഹാർഡിങ്ങിനെ ചതിച്ചെന്നോ? ഇല്ല, എന്റെ ഭർത്താവ് ആരെയും ചതിച്ചിട്ടില്ല. ഈ വീട് മുഴുവൻ സ്വർണം നിറച്ചു തന്നാലും അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ സാധിക്കില്ല. എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല. അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ടവനും ക്രൂശിക്കപ്പെട്ടവനുമാണ്. മനുഷ്യന്റെ സ്വഭാവം എന്തെന്നാൽ സ്വന്തം തെറ്റൊഴികെ മറ്റെല്ലാവരുടെയും തെറ്റിനെക്കുറിച്ച് ഓർത്ത് കുറ്റപ്പെടുത്തുന്നു. നമ്മളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നാളെ ആരെയെങ്കിലും വിമർശിക്കാൻ പ്രലോഭനിതനാകുമ്പോൾ നമുക്ക് അൽ കപോണിനെയും ടുഗൻ ക്രോളിയെയും ആൽബർട്ട് ഫാളിനെയും ഓർക്കാം. വിമർശനങ്ങൾ വീട്ടിൽ വളർത്തുന്ന പ്രാവുകളെ പോലെയാണ്. അവ തുറന്നു വിട്ടാലും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നമ്മൾ തിരുത്താനും ശരിയാക്കാനും പോകുന്ന ആൾ ഒരുപക്ഷെ സ്വയം ന്യായീകരിക്കുകയും പകരം നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമായിരിക്കാം. അല്ലെങ്കിൽ സൗമ്യനായ ടാഫ്റ്റിനെ പോലെ പറയും, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല.